വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളെ ക്രിസ്മസ് ബോട്ടിൽ ആർട്ട് സീരീസ് 2 ആണ് കഴിഞ്ഞത്, സീരീസ് 1 അപ്പോൾ ഇന്ന് ഞാൻ നമ്മളതാ ഈ ഒരു ബോട്ടിലിൽ നമ്മളെ ക്രിസ്മസിന് ട്രീ ഉണ്ട് അതുണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കുപ്പിയാവണം. കുറച്ചിതായി ഇവിടെ കുറച്ചിങ്ങനെ കോണായിട്ടുള്ള പ്രശ്നമില്ല, ഇങ്ങനത്തെ ഒരു കുപ്പിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഗ്രീൻ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കളറൊന്നും കൊടുക്കില്ല. അപ്പോൾ നമ്മളിത് ആ സാധനം ഒട്ടിച്ചിട്ട് ഗ്യാപ്പ് ഉണ്ട് അവിടെ ഗ്രീൻ കൊടുക്കാനാണ് വിചാരിക്കുന്നത്. നമ്മൾ വേറെ ഇതെടുക്കുകയാണെങ്കിൽ ഗ്രീൻ പെയിൻറ്റ് ഫസ്റ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മളെന്താ സാധനം നമുക്ക് നോക്കാം. നമ്മൾ അത് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്, ആ ഒരു ട്രീ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാ ഇങ്ങനത്തെ സാധനമാണ്. നമ്മളിതാ ചെറിയ പാൻ ഉണ്ടാവില്ലേ, അത് നമ്മളെല്ലാവരും സാധാ മതി ഉണ്ടാക്കും. അപ്പോൾ ഇതിൽ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ അതെന്തത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടത് നമ്മളൊരു വലിയ പേപ്പറിൻ്റെത് ഒരു ഹാഫ് ഇങ്ങനത്തെ ഒരു പേപ്പർ, പിന്നെ ഗ്ലൂ, പിന്നെ നമ്മളെ ഡ്രസ്സൊക്കെ ക്ലിപ്പ് ചെയ്യുന്നില്ലേ അങ്ങനത്തെ ഒരു ക്ലിപ്പ് പിന്നെ നോക്കാം. അപ്പോൾ നമ്മൾ സാധാ മതി ഉണ്ടാക്കുന്ന ഇതുണ്ടാവില്ലേ, ഇങ്ങനത്തെ ഇവിടെ ആക്കി അവിടെ ആക്കി അങ്ങനെ ഈ എൻഡ് വരെ ചെയ്യാം. അപ്പം ഞാനത് എങ്ങനെ ആക്കിയിട്ടുണ്ട്, നമ്മളിത് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ കുറച്ചൊരു മടി ഉണ്ടാവും, പിന്നെ ചെയ്ത് വരുമ്പോൾ ഒരു ഇങ്ങനെ ചെയ്തോടെ വെക്കും. അപ്പം എന്താ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കോൺ ഷേപ്പ് കട്ട് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. കോണിൽ കുറച്ച് ഇങ്ങനെ കോണല്ല കുറച്ച് ഇങ്ങനെ ഈ ഒരു ഷേപ്പ് ഈ ഒരു ഭാഗവും അങ്ങനെ കട്ട് ചെയ്യാം. ഞാൻ അത് 2 ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ നമ്മളിങ്ങനെ ചെയ്യൂലേ അതേമാതിരി കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇവിടെ സെൻറ്റർ ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഇത് ഞാൻ ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കാണാറില്ല. അപ്പം ഇനി നമുക്ക് ഇവിടെ ഒട്ടിച്ചേക്കാം. അപ്പോൾ ഇത് വേഗം ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തത്. ഒന്നിങ്ങനെ പിടിച്ചേക്കേണ്ടതാ, ഇതിവിടെ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഇത് റെഡി ആവട്ടെ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിത് ആയോ നോക്കാം. കണ്ടോ, ഇത് കുറച്ചേരം വെച്ചത് കണ്ടോ, ഇത് ഇപ്പോൾ കാണില്ലേ കണ്ടോ, കുറച്ചേരം വെച്ചത് നല്ലതുണ്ടാവുക. ഇത്രേ ഉള്ളൂ. ഞാൻ കുറച്ച് സൈഡിലേക്ക് വെക്കാം. അപ്പോൾ കാണാം കണ്ടോ, കാണില്ലേ, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊക്കെ നമ്മുടെ ഈ ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. നമുക്ക് വേണേതാ ഇത് എന്താ പറയുക, ഇവിടെ നിന്ന് പെയിൻറ്റ് ചെയ്തിട്ട് ഒട്ടിക്കാം, അല്ലെ എന്തെന്ന് ഇത് ഒട്ടിച്ചിട്ട് പെയിൻറ്റ് ചെയ്യാം. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോൾ ഒട്ടിച്ചിട്ട് പെയിൻറ്റ് ചെയ്യാമെന്ന്. പിന്നെ അത് ഒക്കെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സാധാ ഫെവിക്കോളിൽ ഒട്ടിക്കാം. അപ്പം നമുക്ക് എങ്ങനെ ഒട്ടിക്കാൻ നോക്കാം. ഞാൻ കുപ്പി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളെ ഗ്ലൂ ഗൺ ചൂടാവുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇപ്പം ചൂടായിട്ടുണ്ട് ഗ്ലൂ ഗണ്ണ്. നമുക്കിതിൽ ഓരോന്നായിട്ട് ഒട്ടിക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് അടിയിൽ നിന്നാണ് തുടങ്ങുന്നത്. നമുക്ക് ഫസ്റ്റ് ഒന്നെടുത്തിട്ട് ഇതിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ബാക്ക് സൈഡ് മൊത്തം ഒട്ടിച്ചുകൊണ്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ അവിടെ അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ എടുക്കാം, എന്നിട്ട് നമുക്കിത് ഫുള്ളോട്ട് ഒട്ടിക്കാം. അപ്പം ഞാനിവിടെ ഇങ്ങനെ 2 വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ ഇവിടെ
ഇങ്ങനെ വെക്കണം. എന്താ ഈ മിഡിലായിട്ട് അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. നമുക്കിത് ഫുള്ളായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ ഫുള്ളിതാ ഇത് കവർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ആയിട്ട്. അപ്പോൾ ഇത് 24 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ ബാക്കി കാണുന്ന ക്രീം പോർഷൻസൊക്കെ നമുക്കിതാ ഈ വുളനൂല് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്യാം ചെറുതായിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഈ ഒരു ഇതിന് ഡാർക്ക് ഗ്രീൻ കൊടുക്കാം. ഇത് കൊടുത്തിട്ട് നമുക്ക് കാണാം. ഫ്രണ്ട്സ്, ഞാൻ ഫസ്റ്റ് ഇവിടെ ഈ ഇത് എങ്ങനെ വെക്കാമെന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്കിതിന് പെയിൻറ് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് തോന എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളെ കയ്യിലിതാ ചുറ്റുക. അപ്പോൾ വേഗം ചുറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ ഫുൾ ചുറ്റെടുക്കാം. അപ്പോൾ ഈ 2 കയ്യിൽ ചുറ്റിയാൽ കേട്ടോ. ഞാൻ ഫുള്ളായി ചുറ്റെടുക്കാം. ഇത് ചുറ്റാൻ നല്ല സിമ്പിളാണ്, ഒരു പണിയൊന്നും ഇല്ല. കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വീണുകൊണ്ട്. അപ്പോൾ ഞാൻ അത്ര ആക്കിയിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. നമുക്കിത് നമ്മളെ കയ്യിൽ നിന്ന് എടുക്കാം. കുറച്ച് പടുണ്ട് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ, കാരണം അതിങ്ങനെ കുറച്ച് ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിതൊരു പ്ലേറ്റിലേക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അത് പോകുന്നില്ല. ഉണ്ടതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ്, ഞാൻ എന്തായാലും ഇതിൻ്റെ ഇടയിലൊക്കെ ഗ്രീൻ വെച്ച് പിന്നെ ഈ നമ്മളെ മറ്റേ ഇതൊക്കെ ഫുള്ള് ഗ്രീനൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ അടിച്ചതാണ്. അപ്പോൾ ഇത് ഇന്നത്തേക്കെല്ലാം ഉണങ്ങിയിട്ടുണ്ട്, അന്നേ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറുങ്ങനെ ഇതായിട്ടാണ്, പ്രശ്നമില്ല. കാരണം അതിങ്ങനെ നമ്മുടെ മഞ്ഞിങ്ങനെ വെക്കുമല്ലോ, അങ്ങനെ നിന്നോട്ടെ. അപ്പം ഇനി ഇതിലുള്ള ബാക്കി ഇതൊക്കെ നോക്കാം. നമുക്ക് ഡെക്കറേഷനൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ ഫ്രണ്ട്സ്, നമുക്കിതിൽ കുറച്ച് സ്റ്റാർസൊക്കെ വെക്കണം. അതിന് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഗ്രേ ഗിൽറ്റർ ഫോം എടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് ഗോൾഡ് ഞാൻ കട്ട് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റാർ പീസസ് ചെയ്യാം. ഞാൻ എന്തായാലും ഇതിലൊരു സ്റ്റാർ വെച്ചിട്ടുണ്ട്, കാണില്ലേ. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി വേറെയിലൊക്കെ ഈ ഒരു സ്റ്റാർ കട്ട് ചെയ്തെടുത്തത് വെച്ചിട്ട് വെച്ചാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഞാൻ കുറച്ചാണ് ഉണ്ടാക്കിയിട്ട് കാണിച്ചത്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിതാ സ്റ്റാർസൊക്കെ കണ്ടോ ഇതാ സ്റ്റാർസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. തോനുണ്ട്, അവിടെയൊക്കെ തോന വെളിച്ചെടുക്കുന്നതുകൊണ്ട് കാണാത്തേക്കും. എന്താ ഞാൻ കുറച്ചുകൂടെ അടുത്തേക്ക് തരുന്നത് ഇപ്പോൾ കാണില്ലേ. അങ്ങനെ കുറേ കളറായിട്ടുണ്ട്, കുറേ കളറുണ്ട്. റെഡ്, ഗോൾഡ്, ഗ്രേ എല്ലാം. ഇത് ഞാൻ പറഞ്ഞില്ലേ 24 ഉണ്ടെന്ന്. അപ്പോൾ 24 മുകളിൽ വെക്കണം. അപ്പം ഞാൻ എന്തൊക്കെ ഗോൾഡ് 8 എണ്ണം, സിൽവർ 8 എണ്ണം, റെഡ് 8 എണ്ണം ആക്കിയിട്ട് നമുക്ക് കാണാൻ. അപ്പം ഞാനിത് ഗ്ലൂഗൺ വെച്ചിട്ടോ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ ഗ്ലൂഗണ് ചൂടായിട്ടുണ്ട്. നമുക്കിതാ ഈ ട്രീയിലേക്ക് ഓരോരോ സ്റ്റാർസ് ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് ഈ ഗ്ലൂഗൺ എടുത്തിട്ട് ഓരോരുത്തരുടെ ഞാൻ ഈ ഒരു ഭാഗത്ത് ഒട്ടിക്കുന്നത്. ഓരോരുത്തരുടെ ഈ ഒരു ഭാഗത്ത് ഹോട്ട് ഗ്ലൂ ചെയ്ത് വെച്ചിട്ട് ഓരോന്നെടുത്ത് ഫസ്റ്റ് ഞാൻ നോക്കി ഒരു സിൽവർ എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ചെടുത്ത്, പിന്നെ അതിൻ്റെ അടുത്ത് റെഡ്, ഗോൾഡ്, അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കും. അപ്പോൾ നമ്മളിത് അവിടെ ഒട്ടിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ എന്താക്കി സിൽവർ കൊടുത്തു, പിന്നെ റെഡ്, പിന്നെ ഗോൾഡ് കൊടുത്തു. അപ്പോൾ നാലാമത്തേന്
ഇവിടെ അതിൻ്റെ അടുത്ത് സിൽവറുണ്ട്, ഗോൾഡുണ്ട്. അപ്പോൾ എൻ്റെ ഇല്ലാത്ത കളറാണ് റെഡ്. അങ്ങനെ റെഡ് കൊടുത്താൽ അപ്പോൾ ഇനി ഒട്ടിക്കാൻ അങ്ങനെ എത്തിക്കുക. അപ്പോൾ ഒരു കളറ് ഇങ്ങനെ അടുത്തടുത്ത് വരാണ്ട് ശ്രദ്ധിക്കുക. അത് മാത്രം ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. അങ്ങനെ നമ്മൾക്ക് സ്റ്റാറൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയില്ലേ? ഈ സ്റ്റാറിനെ അതിനുണ്ടാകുന്നത് നിർത്തി വെച്ചാൽ പിന്നെ എനിക്ക് ഞാൻ കുറച്ചും കൂടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ചും കൂടി ഒക്കെ വെച്ചിട്ട് വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് വെച്ച്. അപ്പോൾ ഇനി ഈ നെക്ക് പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഞാൻ എന്താക്കുന്നത് വെച്ചാൽ ഈ റെഡ് ഗുളനൂലുകൊണ്ട് കൊണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ ചുറ്റാണ്. അത് ഞാൻ നമ്മളെ ഹോട്ട് ഗ്ലൂവാണ് ഇതാക്കുന്നത്. അത് റിബണ് ഇതാക്കിയാണ്ട് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ അതവിടെ ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ക്രിസ്മസിൽ ചെറിയ തൂക്കിടുന്ന ബോൾ ഉണ്ടാവില്ലേ, അതുണ്ടാക്കണം. അപ്പം അതിന് ഞാൻ ഇങ്ങനത്തെ കുറച്ച് മുത്തെടുത്തിട്ടുണ്ട്. 3 എണ്ണം ഉണ്ട് വലുത്. പിന്നെ ഇങ്ങനെ നമ്മൾ ഗിഫ്റ്റ് ഇതാക്കുന്നതല്ലേ ഇപ്പോൾ പൊതിന്, അത് ഇങ്ങനത്തെ എടുത്തിട്ട് എൻ്റെ അടുത്താകെ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ. യെല്ലോ ഒക്കെ ഉണ്ടേനു, എവിടെ അറിയില്ല. പിന്നെ റെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ചുറ്റാതെ അങ്ങനെ ഞാൻ കാണിച്ചു തരാം. അതിന് ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ഗ്രീൻ നമുക്ക് ഇതിങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഒന്ന് കുറച്ച് തിരിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ നൂലോടൊന്ന് കെട്ടിക്കൊടുക്കാം. പിന്നെ ഞാനത് അതിൻ്റെ അവസാനം ഇതാക്കിയിട്ട് ഇത് ഇവിടെ കെട്ടിക്കണ്ടിൻ്റെ അവസാനം ഞാൻ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം എടുത്തളയാം. പിന്നെ അപ്പം ഇത് നമുക്ക് വെച്ചൊക്കെ കട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഭാഗത്ത് വെച്ചിട്ട് ഒരു ഭാഗത്ത് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കണമെന്നൊരു കുഴപ്പമുണ്ട്. ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഇങ്ങനെ വെച്ചാലോ എന്ന്. ഇത് ലാസ്റ്റ് ഇങ്ങനെ വെച്ച് കണ്ട് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ അതിൻ്റെ അടുക്കതാ ഇങ്ങനെ ഈ ബോൾസ് കുറച്ച് ഫില്ല് ചെയ്ത്, പിന്നെ ഇവിടെ 2 എണ്ണം ഫില്ല് ചെയ്ത്. ഇനി നമുക്ക് കുറച്ചും കൂടി അപ്പോൾ അതിൽ വൈറ്റൊക്കെ അല്ലേ, അപ്പോൾ വൈറ്റ് മുത്തുക. പിന്നെ എനിക്ക് എൻ്റെ കയ്യിൽ റെഡ് മുത്തില്ല, അതിനെക്കൊണ്ട് എൻ്റെ അടുത്ത് മഞ്ചാടുണ്ട്. ഇത് നമ്മൾ വയനാട് ടൂർ പോയണം. ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് തന്നെ ഞാൻ ടൂർ പോയണം. അവിടെ അത്ര ഇല്ലാത്ത ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഈ കൊറോണൻ്റെ ഇതിലാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ അവിടുത്തെ നമ്മൾ റിസോർട്ടിൽ എടുത്തതാണ്. റിസോർട്ടിൽ നിന്ന് നമ്മൾ ഇതാക്കിയതാണ്, പരത്തിയതാണ്. അപ്പം ഇത്രയും കിട്ടണം തോനുണ്ടേനും. അപ്പോൾ അവിടെ ഓരോ ആൾക്കാർക്ക് ഇങ്ങനെ കുറച്ച് ആക്കിയിട്ട് അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത് ഞാൻ ഒട്ടിക്കുന്നത്. ഫുള്ള് അങ്ങോട്ട് ഒട്ടിച്ചുകൊണ്ട് ഇതൊക്കെ ഒട്ടിച്ചുകൊണ്ടാണ് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഇതാക്കിയിട്ടുണ്ട്, മഞ്ചാടി ഒട്ടിച്ച് മുത്തൊട്ടിച്ച് അങ്ങനെ. പിന്നെ ഞാൻ ഈ ഒരു ഭാഗത്ത് എനിക്കെന്തോ ഒരു ഇല്ലാത്ത പോലെ ഇങ്ങനെ ആയിട്ടൊരു രസമില്ലാത്ത പോലെ ഞാൻ കരുതി ഇങ്ങനായിട്ട് ഇങ്ങനെ വെക്കാമെന്ന്. അപ്പോൾ ഇതാണ് നമ്മളെ ക്രിസ്മസ് ട്രീ ബോട്ടിൽ ചെയ്താണ്. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.